السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخشى إلا الله فعسى أولئك أن يكونوا من المهتدين. അൽഹംദുലില്ലാ. ജമാഅത്ത് അഹമ്മദിയ റജായിനാക്ക് അള്ളാഹു മസ്ജിദ് പണി കഴിപ്പിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. മാഷാ അല്ലാഹ്, വളരെ മനോഹരമായ മസ്ജിദാണിത്. ഈ സമയത്ത് ഇവിടെയുള്ള ജമാഅത്തിന്റെ അംഗസംഖ്യയും ചുറ്റുപാടുമുള്ള പ്രദേശത്തെയും ഒരുമിച്ച് കൂട്ടി കണക്കാക്കിയാൽ ഏകദേശം 160 ആളുകളുണ്ട്. പള്ളിയിൽ ഉൾക്കൊള്ളുന്ന സംഖ്യ എന്നെ അറിയിച്ചിട്ടുള്ളത് പള്ളിയുടെ ഹാളുകളിൽ 400 ആളുകൾക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ആവശ്യം നേരിട്ടാൽ പൊതുവായ ഏരിയയിലും 100 പേർക്ക് കൂടി നമസ്കരിക്കാൻ സൗകര്യം ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഈ സമയം ജമാഅത്തിന്റെ അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴുള്ള ആവശ്യത്തേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള പള്ളിയാണിത്. എന്നെ അറിയിച്ചിട്ടുള്ളത് ഇതിന്റെ ചെലവും പ്രാദേശിക ജമാഅത്താണ് വഹിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഏതൊരു ചെലവാണ് പണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായത്, അതിന്റെയും ഏകദേശം 1/3 ഭാഗം 2 അംഗങ്ങൾ നൽകുന്നതാണെന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിലൊരാൾ നമ്മുടെ ഡോക്ടർ ഷംസുല്ലാ ഹക്ക് സാഹിബ് ഷഹീദിന്റെ വിധവയാണ്. പണത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതിന്റെ കാരണം
പള്ളിപ്പണി ആരംഭിക്കുന്ന സാഹചര്യം വന്നപ്പോൾ കോൺട്രാക്ടറുമായി ഇടപെട്ടു. ഏറ്റവും ചുരുങ്ങിയത് 2.8 മില്യൺ ടെൻഡറാണ് ഇവർക്ക് ലഭിച്ചത്. ഇവർ പറയുന്നു അതിൽ മറ്റുള്ള ചെലവുകളും ചേർത്ത് $3.5 മില്യൺ വരെ ഈ കാര്യം എത്തിയിരുന്നു. എന്നാൽ പള്ളിപ്പണിയുടെ മുഴുവൻ ചെലവും അത് പൂർത്തിയാക്കാനായി ഉണ്ടായത് $1.6 മില്യൺ ആണ്. ഒരു ഭൗതിക ചിന്താഗതിയുള്ള മനുഷ്യൻ ഇത് കേട്ട് അത്ഭുതപ്പെടുന്നതാണ്. അതായത് കരാറുകാരൻ പറഞ്ഞ ചെലവിന്റെ പകുതി മാത്രം ചെലവായിക്കൊണ്ട് പള്ളിപ്പണി എപ്രകാരം പൂർത്തിയായി? തീർച്ചയായും ഒരു ഭൗതികന് ഇത് വിലയിരുത്തുവാൻ സാധിക്കുന്നതല്ല. കാരണം ത്യാഗം എന്താണെന്ന് അവർക്കറിയില്ല. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ജമാഅത്ത് ഏതൊരു നിലവാരത്തിലാണ് സമർപ്പണം കാഴ്ചവെച്ചിരിക്കുന്നത്? ജീവൻ, ധനം, സമയം എന്നിവ സമർപ്പിക്കുന്ന ഉദാഹരണങ്ങൾ അതും ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ജമാഅത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ സ്ഥലത്തുള്ള ജമാഅത്തിനും ഈ ഒരു മനോവികാരമാണുള്ളത്. ജീവനും ധനവും ത്യാഗം ചെയ്യുന്നവരാണ് അവർ. അത് പാകിസ്ഥാനിലെ അഹമ്മദിയാണെങ്കിലും ശരി, ആഫ്രിക്കയിൽ വസിക്കുന്ന അഹമ്മദിയാണെങ്കിലും ശരി, ഏതൊരാളുടെ കയ്യിലാണ് പണമില്ലാത്തത് അവർ സമയമർപ്പിച്ചുകൊണ്ടും ഏതൊന്നാണ് ഉള്ളത് അത് നൽകിക്കൊണ്ടും പള്ളികളുടെ നിർമ്മാണത്തിലും ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്കും വേണ്ടി സ്വയം തങ്ങളെ സമർപ്പിക്കുന്നു. അത് ഇന്തോനേഷ്യയിൽ വസിക്കുന്ന അഹമ്മദിയാണെങ്കിലും ശരി, അല്ലെങ്കിൽ യൂറോപ്പിൽ വസിക്കുന്ന അഹമ്മദിയാണെങ്കിലും ശരി, അതുപോലെ ഇവിടെ കാനഡയിൽ വസിക്കുന്ന അഹമ്മദിയാണെങ്കിലും ശരി എന്ന് വേണ്ട, ലോകത്തിലെ ഏതൊരു ഭാഗത്ത് വസിക്കുന്നവരാണെങ്കിലും അവർക്ക് അള്ളാഹു ത്യാഗം ചെയ്യുവാൻ തൗഫീക്ക് നൽകുന്നു. എന്തെന്നാൽ അവർ അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കണം എന്നതിനെ തങ്ങളുടെ ലക്ഷ്യമാക്കി നിർണയിച്ചിരിക്കുന്നു. ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ ജമാഅത്തിന്റെ ധനം പകുതിയിൽ കൂടുതൽ തുക ലാഭിച്ചത് സിസ്കഡോൺസിലെ 3 സഹോദരന്മാർ നിർമ്മാണത്തിൽ സന്നദ്ധ സേവനം എന്ന നിലയിൽ തങ്ങളെ സ്വയം സമർപ്പിച്ചതുകൊണ്ടാണ് എന്നിവർ എന്നെ അറിയിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഈ തുക ലാഭിച്ചത്. അതുപോലെ മറ്റു ഉദ്യോഗസ്ഥരും ഈ ജോലിയിൽ ഭാഗമായിരുന്നു. കോൺട്രാക്ടർ ആയിരുന്ന ഈ സഹോദരന്മാർ അവരുടെ സഹായം, പിന്നീട് 4ാമത്തെ മറ്റൊരു കോൺട്രാക്ടർ നിന്നും സഹായമുണ്ടായി. ഒരുപക്ഷെ അള്ളാഹു അദ്ദേഹത്തെ ഈ ജോലിക്കായി ഇവിടേക്ക് അയച്ചതായിരിക്കാം. ടൊറന്റോയിൽ നിന്ന് ജോലി അവസാനിപ്പിച്ച് ഇവിടെ വന്നതാണ്. ചുരുക്കത്തിൽ ഇവർ എല്ലാവരും ചേർന്ന് ജോലി ചെയ്തു. മറ്റ് ഭാരവാഹികളും അതിലെ റജേനിലെ പ്രാദേശിക ആളുകളും ഉൾപ്പെടുന്നു. സിസ്കഡോൺസിൽ നിന്നും, കൽക്കരിയിൽ നിന്നും, അഡ്മിന്റണിൽ നിന്നും, പിന്നെ ടൊറന്റോയിൽ നിന്നും ആളുകൾ വന്നു. ഇതിൽ ഖുദ്ദാമും ഉൾപ്പെടുന്നു, അൻസാറും ഉൾപ്പെടുന്നു. ഏതൊരു കാര്യത്തിലാണ് പ്രാവീണ്യമുള്ള ആളുകൾ ജമാഅത്തിൽ ഇല്ലാതിരുന്നത് അതിനെ മാറ്റി നിർത്തിയാൽ ബാക്കി മുഴുവൻ ജോലിയും ഈ കോൺട്രാക്ടർമാർ അതുപോലെ മറ്റു ഭാരവാഹികളും ചേർന്ന് ചെയ്തു. ഭൗതികമായ ഒരു കോൺട്രാക്ടർക്ക് ഇത് ചിന്തിക്കാൻ സാധിക്കുന്നതല്ല. എന്നാൽ ഇവർ തങ്ങളുടെ ധനത്തിനോ സമയത്തിനോ യാതൊരു പ്രാധാന്യവും നൽകിയില്ല. അതുപോലെ ലജനകളും ഈ ജോലിക്കാരുടെ ആഹാരത്തിനുള്ള സംവിധാനമൊരുക്കി. അതുകൂടാതെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ധനത്യാഗത്തിലും പങ്കെടുത്തു. അങ്ങനെ അവരും അതിൽ പങ്കാളികളായി. എന്നോട് പറയപ്പെട്ടത് ഏകദേശം 24 മണിക്കൂറും ഈ സന്നദ്ധ സേവകർ ഈ പള്ളിക്ക് വേണ്ടി ജോലി ചെയ്തു. ചിലർ ജോലി സമയം 5 മണിക്കൂറാണെന്നോ 8 മണിക്കൂറാണെന്നോ എന്ന് നോക്കിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ചിലർ
ദിനരാത്രങ്ങളിൽ മാറി മാറി മണിക്കൂറുകളോളം ജോലി ചെയ്തിട്ടുണ്ടാവാം. 7 ദിവസവും ഈ ജോലി ചെയ്തിട്ടുണ്ടാവാം. ജോലിക്കായി യാതൊരു സമയവും നിർണയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വികാരം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ സ്ഥലത്തുള്ള അഹമ്മദികളിലും കാണാൻ സാധിക്കുന്നതാണ്. ഒരു വശത്ത് ചില മുസ്ലിങ്ങൾ ലോകത്ത് ദുഷ്ചെയ്തികൾ പ്രചരിപ്പിക്കുന്നതിൽ വ്യാപൃതരാണ്. മറുവശത്ത് ലോകത്തെ സമ്പന്നവും ഭൗതിക കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന രാജ്യത്തിലെ അഹമ്മദി മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ ഭവനം നിർമ്മിക്കുന്നതിനായി തങ്ങളുടെ ധനവും സമയവും സമർപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി, ആരാണ് അള്ളാഹുവിന്റെ ഭവനം നിർമ്മിക്കുന്നത്? അവർ സ്വർഗത്തിൽ തങ്ങൾക്കായി ഭവനം നിർമ്മിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിന്റെ ഇമാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യദാസൻ തന്നെ വിശ്വസിക്കുന്ന ആളുകളോട് പറഞ്ഞത്, നിങ്ങൾ ഇസ്ലാമിന്റെ മനോഹര അധ്യാപനം ലോകത്ത് പ്രചരിപ്പിക്കുന്നതിനായും ഇസ്ലാമിന്റെ യഥാർത്ഥവും മനോഹരവുമായ ചിത്രം സമർപ്പിക്കുന്നതിനായി പള്ളികൾ നിർമ്മിക്കുക. അതിനാൽ ഈ പള്ളികളുടെ നിർമ്മാണത്തിനായി ഈ ത്യാഗങ്ങൾ സമർപ്പിക്കുമ്പോൾ എവിടെയാണ് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നത്? അവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള തെറ്റായ വീക്ഷണത്തെയും തെറ്റായ ധാരണകളെയും ലോകരുടെ ചിന്തയിൽ നിന്ന് നീക്കം ചെയ്യുകയും വേണം. ലോകത്തോട് പറയുക, മുസ്ലിങ്ങളുടെ പള്ളികൾ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ലോകത്ത് കുഴപ്പവും നാശവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ളതല്ല. പ്രത്യുത ഈ ലോകത്തും പരലോകത്തും നന്മ ഉണ്ടാക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം ഹൃദയങ്ങളിൽ കുടിയിരുത്താനും അവനോടുള്ള കടമകൾ നിർവഹിക്കുന്നതിനുമുള്ള മാർഗങ്ങളാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളോട് സ്നേഹവും അവരോടുള്ള കടമയും നിർവഹിക്കുവാനുള്ള മാർഗങ്ങളാണ്. ഈ പള്ളി നിർമ്മാണത്തിലൂടെ ആദ്യമായി അഹമ്മദികളായ സന്നദ്ധ സേവകർ അധികമായി ജോലി ചെയ്തുകൊണ്ട് ജമാഅത്തിന്റെ ധനം ലാഭിച്ചു എന്ന സവിശേഷതയ്ക്ക് കാനഡ ജമാഅത്ത് അർഹരായിരിക്കുന്നു. ലോകത്തിന്റെ മറ്റു സ്ഥലത്തും ഇത്തരത്തിൽ ജോലി നടക്കുന്നു. എന്നാൽ ഇവിടെ ആദ്യമായാണ് ഈ വിധം സംഭവിച്ചത്. അള്ളാഹു ഈ എല്ലാ ത്യാഗം വരിച്ചവർക്കും, അത് ധനപരമായാലും സമയ അടിസ്ഥാനത്തിലായാലും അതുപോലെ പുരുഷന്മാരായാലും സ്ത്രീകളായാലും വലിയ വലിയ തുകകൾ ചെലവഴിച്ചും അല്ലെങ്കിൽ വാഗ്ദാനം നൽകിയും ചെയ്ത എല്ലാവർക്കും പ്രതിഫലം നൽകുമാറാകട്ടെ. അവരുടെ ധനത്തിൽ അളവറ്റ അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. എപ്പോഴും ഓർമ്മ വെക്കേണ്ടത്, പള്ളി നമ്മുടെ തർബിയത്തിനും തബ്ലീഗിനും വേണ്ടിയുള്ള വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അതിനാൽ ചെറിയ പള്ളി പണിയുക, അങ്ങനെ എല്ലാ ജമാഅത്തും പള്ളികൾ പണിയുക എന്നും ഞാൻ അമീർ സാഹിബിനോട് പറഞ്ഞിരുന്നു. അദ്ദേഹം എന്നെ അറിയിച്ചു, ഞങ്ങൾ ഈ പരിപാടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയ പള്ളികൾ ഒരുപാട് നിർമ്മിക്കുക എന്ന കാര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ചെറിയ പള്ളികളാണ് പണിയുന്നത് എങ്കിലും എല്ലാ സ്ഥലത്തും പള്ളികൾ ഉടൻ തന്നെ പണിയുവാനുള്ള മാർഗങ്ങൾ ഒന്നും നമ്മുടെ പക്കലില്ല. അതിനാൽ സന്നദ്ധ സേവകരുടെ ജോലി, വോളണ്ടിയർമാരുടെ ജോലി പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഒരു നല്ല രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. അതിനെ തുടർന്നും കൊണ്ടുപോകേണ്ടതാണ്. ഏതുവരെ സാധ്യമാകുന്നുവോ
പണം ലാഭിക്കുന്നതിനായി ശ്രമിക്കേണ്ടതുമാണ്. ഒരു സ്ഥലത്ത് പള്ളി നിർമ്മാണത്തിന്റെ പ്രാധാന്യം വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാം പറയുന്നു, ഈ സമയത്ത് നമ്മുടെ ജമാഅത്തിന് പള്ളികളുടെ ആവശ്യകത ഏറി വരികയാണ്. ഇത് അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്. ഏത് ഗ്രാമത്തിലാണ് അല്ലെങ്കിൽ പട്ടണത്തിലാണ് നമ്മുടെ മസ്ജിദ് നിർമ്മിക്കപ്പെടുന്നത്, അവിടെ ജമാഅത്തിന്റെ പുരോഗതിയുടെ അടിത്തറ പാകിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇത്തരത്തിൽ ഏതെങ്കിലും ഗ്രാമത്തിലോ പട്ടണത്തിലോ മുസ്ലിങ്ങൾ കുറവാണെങ്കിൽ അല്ലെങ്കിൽ തീരെയില്ലെങ്കിൽ അവിടെ ഇസ്ലാമിന്റെ പുരോഗതി ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു മസ്ജിദ് നിർമ്മിക്കുകയാണ് വേണ്ടത്. പിന്നെ അള്ളാഹു സ്വയം മുസ്ലിങ്ങളെ അവിടേക്ക് വലിച്ചടുപ്പിക്കുന്നതാണ്. എന്നാൽ നിബന്ധന എന്നത് അദ്ദേഹം പറഞ്ഞ ആ നിബന്ധന എപ്പോഴും മുന്നിൽ വെക്കേണ്ടതാണ്. പറയുന്നു, നിബന്ധന ഇതാണ്: പള്ളി നിർമ്മാണത്തിനുള്ള നിയ്യത്ത് ഇഖ്ലാസ് ആയിരിക്കണം. അതായത് നല്ല നിയ്യത്താണ് വെക്കേണ്ടത്. പള്ളി നിർമ്മിക്കുവാനുള്ള നിബന്ധനയാണിത്. അള്ളാഹുവിന് വേണ്ടി മാത്രമായി ഇത് ചെയ്യുക. ശാരീരിക വികാരങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തിന്മ അതിലൊരിക്കലും പ്രവേശിക്കാൻ പാടുള്ളതല്ല. അപ്പോഴാണ് അള്ളാഹു അതിൽ അനുഗ്രഹം ചൊരിയുന്നത്. അതുകൊണ്ട് നമുക്ക് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്നതിനായി പരിശ്രമിക്കേണ്ടതാണ്. അതോടൊപ്പം ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം വിവരിച്ച ഈ നിബന്ധനയും എപ്പോഴും മുന്നിൽ വെക്കേണ്ടത് നിർബന്ധമാണ്. അതായത് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. താൽക്കാലിക ആവേശമോ വികാരമോ ആയിരിക്കാൻ പാടില്ല. വെറും നല്ല ഭംഗിയുള്ള പള്ളി നിർമ്മിക്കണം എന്നതിൽ മാത്രം ഒതുങ്ങിപ്പോകരുത്. അതിന്റെ ലക്ഷ്യങ്ങളെയും പൂർത്തിയാക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ്. വെറും പേരിന് വേണ്ടി പള്ളി നിർമ്മിക്കരുത്. ഇത്ര ധനം ചെലവഴിച്ചു എന്നതിനു വേണ്ടിയോ ഇത്ര മണിക്കൂർ സ്വയം ചെലവഴിച്ചു എന്നതിനു വേണ്ടിയോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും മത്സരത്തിനു വേണ്ടിയോ ആയിരിക്കാൻ പാടുള്ളതല്ല. അള്ളാഹുവിന് വേണ്ടി മാത്രമായിക്കൊണ്ട് പള്ളി നിർമ്മിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ സഹോദരന്മാരായ 3 കോൺട്രാക്ടർമാർ, 4ാമത്തെ കോൺട്രാക്ടറും അതിൽ അംഗമായിക്കൊണ്ട് നിർമ്മാണത്തിൽ കൂടുതൽ ഭാഗം കൈകാര്യം ചെയ്തു. അവരുമായി ഇന്നലെ കൂടിക്കാഴ്ച നടന്നു. അള്ളാഹു അവർക്ക് തൗഫീക്ക് നൽകിയതിലും പ്രതിഫലത്തിന് ഭാഗമാക്കിയതിലും അവർ സന്തുഷ്ടരാണ്. അപ്പോൾ അള്ളാഹു ചില വലിയ കരാറുകളും അവർക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു പ്രതിഫലം നൽകാതെ ആരെയും വിട്ടുകളയുകയില്ല. ചിലപ്പോൾ പെട്ടെന്ന് നൽകുന്നു, മറ്റു ചിലപ്പോൾ താമസം നേരിടുന്നു. ഈ സഹോദരന്മാരിൽ ഒരാൾ മൻസൂർ സാഹിബിനോട് പറയുകയുണ്ടായി, എഴുതുന്നു, ഒരു ആൺകുട്ടി യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ലഭിച്ചിരുന്നു. ആദ്യം ജോലി ചെയ്തു, പിന്നെ അത് നിരാകരിക്കുകയുണ്ടായി. പിന്നെ അവന് സ്വപ്നം ഉണ്ടായി, പള്ളി നിർമ്മാണത്തിന്റെ കരാറുകാർക്ക് നിന്റെ ആവശ്യമുണ്ട്. പിന്നീട് അവൻ ബന്ധപ്പെട്ടു, ഇവിടെ ജോലിയും ആരംഭിച്ചു. ഈ വേളയിൽ അവന്റെ സാമ്പത്തിക നിലയും മോശമായി കൊണ്ടിരുന്നു. ഒരു ദിവസം ഭാര്യയും പറഞ്ഞു, ചെലവിനായി യാതൊരു പണവുമില്ല. എന്നാൽ അള്ളാഹു എപ്രകാരമാണ് അനുഗ്രഹിച്ചത്, ആ ദിവസം അതോ അടുത്ത ദിവസമോ? ടാക്സ് വസൂൽ ചെയ്യുന്നവർ പണം തിരിച്ചു നൽകി. അത് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു നൽകി. പിന്നെ ചൈൽഡ് ബെനിഫിറ്റിൽ നിന്ന് പണം വന്നു. അതോടൊപ്പം അവർക്ക് $13,000-14,000 ലഭിച്ചു. അതിനാൽ നീയത്തിലെ നന്മ നിർബന്ധമാണ്. അങ്ങനെയെങ്കിൽ അള്ളാഹു പിന്നീട് അനുഗ്രഹിക്കുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആഫ്രിക്കയിൽ ഒരുപാട് ആളുകളുണ്ട്, വലിയ പള്ളികൾ നിർമ്മിച്ചു നൽകുന്നു. ഞാൻ ഓർക്കുന്നു, ഞാൻ ഗാനയിൽ ഉള്ളപ്പോൾ ഒരു നഗരത്തിൽ കുറച്ചു കാലം താമസിക്കുകയുണ്ടായി. ഗമാലി എന്നാണ് അതിന്റെ പേര്. അവിടെ നമ്മുടെ ചെറിയ ഒരു പള്ളി ഉണ്ടായിരുന്നു. താൽക്കാലിക ഷെഡുകളാൽ നിർമ്മിച്ചതായിരുന്നു. അതിന്റെ അകവും പുറവും പ്ലാസ്റ്റർ ചെയ്ത് അതിനെ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഞാൻ ഖിലാഫത്തിന് ശേഷം ആദ്യമായി ഗാനയിൽ പര്യടനത്തിനായി ചെന്നപ്പോൾ ഗമാലിയായിലും പോയി. ഞാൻ അവിടെ വലിയ 2 നില മസ്ജിദ് കാണുകയുണ്ടായി. നിങ്ങളുടെ ഈ പള്ളിയേക്കാൾ 3 ഇരട്ടി വലിപ്പം ഉണ്ടായിരിക്കും. അതിനോടൊപ്പം ഓഫീസുകളും ഉണ്ടായിരുന്നു. എന്നോട് പറയപ്പെട്ടു, നമ്മുടെ ഒരു അഹമ്മദിയായ
സഹോദരനാണ് അതിന്റെ എല്ലാ ചെലവും വഹിച്ചത്. അദ്ദേഹത്തിന് ഈ കാര്യം അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നെനിക്കറിയാം. 3-4 വർഷം കൊണ്ടാണ് അദ്ദേഹം ആ തുക നൽകിയത്. എന്നാൽ എന്തു വന്നാലും എല്ലാം ഞാൻ തന്നെ നൽകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അത് ചെയ്തു. ഞാൻ പറഞ്ഞ ഈ മനോവികാരം എല്ലാ സ്ഥലത്തും അഹമ്മദികൾക്കുണ്ട്. അത് ആഫ്രിക്കനാണെങ്കിലും ശരി. ആഫ്രിക്കക്കാരെ സംബന്ധിച്ച് നമുക്ക് പൊതുവായുള്ള വിചാരം ഒരുപക്ഷെ അവർ ദാരിദ്ര്യം കാരണം അതിമോഹമുള്ളവരാണെന്നാണ്. എന്നാൽ അവരുടെ പക്കൽ പണമുണ്ടാകുമ്പോൾ ഏതൊരു ത്യാഗത്തിന്റെ നിലവാരമാണ് അവർ കാഴ്ചവെക്കുന്നത്, അത് മറ്റുള്ളവരിൽ വളരെ കുറച്ച് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ ഭവനം പണി കഴിപ്പിക്കണമെന്നും അതിനുവേണ്ടി ത്യാഗം വരിക്കണമെന്നുമുള്ള വികാരമാണ് എല്ലാ സ്ഥലത്തുമുള്ളത്. പാകിസ്ഥാനിൽ നമുക്ക് പള്ളി നിർമ്മിക്കാൻ സാധിക്കുകയില്ല. ചില അവസരത്തിൽ അസ്വസ്ഥരായിക്കൊണ്ട് എനിക്ക് ചിലർ എഴുതാറുണ്ട്, പള്ളി പണിയുന്നതിനായി ദുആ ചെയ്താലും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പള്ളി നിർമ്മിക്കാൻ സാധിക്കുന്നതല്ല. ചുരുങ്ങിയതൊരു ഹാളെങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ, അവിടെ ഒരുമിച്ച് നമസ്കരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, മിനാരവും കുമ്പത്തും ഒഴിവാക്കി സാധാരണ മെഹ്റാബ് പോലും നിർമ്മിക്കാൻ സാധിക്കുകയില്ല. ഒരു മുറിയുടെ രൂപത്തിൽ അവസാനം മെഹ്റാബ് ഉണ്ടാക്കാൻ സാധിക്കില്ല. എന്ന് മാത്രമല്ല, ചില സ്ഥലങ്ങൾ ഇത്രമാത്രം കർശനം ഏർപ്പെടുത്തിയിരിക്കുന്നു, കിബിലയെ അഭിമുഖമാക്കിക്കൊണ്ട് ഒരു കെട്ടിടം നിർമ്മിക്കാൻ പോലും നമുക്ക് അനുവാദമില്ല. എന്നാൽ അള്ളാഹു അതിന് പുറത്തുള്ള ലോകരാജ്യങ്ങളിൽ എത്രമാത്രം അനുഗ്രഹം നൽകിയിരിക്കുന്നുവെന്നാൽ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നിന്നും അതപ്പുറമാണ്. ഇത് അള്ളാഹു അനുഗ്രഹിക്കുന്ന രീതിയാണ്. മസ്ജിദുകൾ പണിയാൻ തൗഫീഖ് നൽകിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ നാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കണ്ടുകൊണ്ട് നന്ദിയുടെ ആവേശത്താൽ പൂരിതരാകേണ്ടതാണ്. ഇന്ന് ഇവിടെ വസിക്കുന്നവരും റജീനയിൽ വസിക്കുന്നവർക്കും അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനത്തിൽ മുന്നേറേണ്ടതാണ്. കാരണം അള്ളാഹു അവർക്ക് ഒരു പള്ളി നൽകിയിരിക്കുന്നു. അള്ളാഹുവിന്റെ ഭവനമെന്ന നിലയിലുള്ള ഒരു കെട്ടിടം അവർക്ക് നൽകിയിരിക്കുന്നു. ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയുള്ളതാണത്. ഈ ഭവനം അള്ളാഹുവിന്റെ ഭവനമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അള്ളാഹു തന്റെ പ്രയോജനത്തിന് വേണ്ടിയല്ല ഈ ഭവനം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതും ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ഇവിടെ വരുന്നവർക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹുവിന്റെ വലിയ ഒരു ഔദാര്യമാണ്. അതിനായി നാം എത്ര തന്നെ നന്ദി പ്രകടിപ്പിച്ചാലും അത് കുറവായിരിക്കും. നന്ദി പ്രകടിപ്പിക്കുന്നതിനുള്ള രീതി മസ്ജിദ് പണി കഴിപ്പിക്കുന്ന കാര്യത്തിന് അള്ളാഹു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നതാണ്. അത് ഞാൻ തിലാവത്ത് ചെയ്ത ആയത്തിൽ വിവരിച്ചിരിക്കുന്ന. അള്ളാഹു പറയുന്നു, ആയത്തിന്റെ തർജ്ജമ പ്രകാരമാണ്, അള്ളാഹുവിന്റെ ഭവനത്തെ പരിപാലിക്കുന്നത് അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരും നമസ്കാരം നിലനിർത്തുന്നവരും സക്കാത്ത് നൽകുന്നവരും അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ്. അത്തരക്കാർ നേരായ മാർഗം പ്രാപിക്കുന്നവരിൽപ്പെട്ടവരായേക്കാം. അള്ളാഹുവിലും അന്ത്യനാളിലുമുള്ള വിശ്വാസം ഒരു വിശ്വാസിയാകുന്നതിനും മുസ്ലിം ആകുന്നതിനും വേണ്ടിയുള്ള അടിസ്ഥാന കാര്യമാണ്. ഇത് നിർബന്ധമാണ്. പിന്നീട് അള്ളാഹു പറയുന്നു, നമസ്കാരം നിലനിർത്തേണ്ടത് നിർബന്ധമാണ്. നമസ്കാരം നിലനിർത്തുക എന്നാൽ എന്താണ്? 5 നേരവും നിർണയിക്കപ്പെട്ട സമയത്ത് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാനായി വരിക എന്നതാണ്. നമസ്കാരം നിലനിർത്തുക എന്നതിന്റെ അർത്ഥം തന്നെ ജമാഅത്തായി നമസ്കാരം നിർവഹിക്കുക എന്നതാണ്. അതിനുശേഷം സക്കാത്ത് നൽകുക എന്നതാണ്. ഇനി സക്കാത്ത് എന്താണ്? ഇത് തന്റെ ധനത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് പരിശുദ്ധമാക്കി മാറ്റുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദികൾ ഈ ത്യാഗത്തിൽ വളരെ മുന്നിലാണ്. എന്നാൽ നമസ്കാര നിർവഹണത്തിലും ജമാഅത്തെ അനുഷ്ഠിക്കുന്നതിലും
എല്ലായിടത്തും അലസത കണ്ടുവരുന്നു. എന്നാൽ ഇത് അടിസ്ഥാന കാര്യമാണത്, ഇതിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. സക്കാത്തിനെ സംബന്ധിച്ചൊരു കാര്യം ഞാൻ പറയാം. ഇതിൽ പൊതുവായുള്ള സക്കാത്ത് ഉൾപ്പെടുന്നു. അത് ധനികനായ മനുഷ്യനിലും പണം ബാങ്കിൽ സ്വരുക്കൂട്ടിയവർക്കോ സ്വന്തം കൈവശം വെച്ചിരിക്കുന്നവർക്കോ വലിയ തുക വർഷം മുഴുവൻ കൈവശം വെക്കുന്നവർക്കും, ആരുടെ കൈവശമാണ് സ്വർണമുള്ളത് അല്ലെങ്കിൽ വെള്ളിയുള്ളത്, ചില ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവർക്കും ഈ സക്കാത്ത് നിർബന്ധമാണ്. അതുപോലെ വലിയ വലിയ ഡയറി ഫാം ഉള്ളവർക്കും സക്കാത്ത് നിർബന്ധമാണ്. ഈ സക്കാത്തിൽ എല്ലാ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടുന്നു. അതിന്റെ കണക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിടുന്നിന്റെ കാലഘട്ടത്തിൽ തന്നെ നിർണയിച്ചിട്ടുള്ളതാണ്. അതുപോലെ സക്കാത്തിനെ സംബന്ധിച്ച് ഈ കാര്യത്തിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. സ്ത്രീകൾക്ക് പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇവിടെ വന്ന് നല്ല സാമ്പത്തിക ശേഷി ഉണ്ടായതിനാൽ ഇവരുടെ പക്കൽ നല്ല തോതിൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരിക്കുന്നു. മുതിർന്ന സ്ത്രീകളും പ്രായം കുറഞ്ഞ സ്ത്രീകളും അധികമായി ഞാൻ കണ്ടിട്ടുള്ളത് അവർ ഭാരിച്ച വളകളും ആഭരണങ്ങളും അണിഞ്ഞിരിക്കുന്നു. അണിഞ്ഞുകൊള്ളുക അത് അലങ്കാരമാണ്, അള്ളാഹു അതിന് അനുവാദം നൽകിയിട്ടുണ്ട്. എന്നാൽ അതിൽ സക്കാത്ത് നൽകേണ്ടത് നിർബന്ധമാണ്. സക്കാത്തിൽ ധനത്തെ പവിത്രമാക്കുന്ന കാര്യത്തിൽ, തങ്ങളുടെ സമ്പത്ത് ശുദ്ധീകരിക്കുന്ന കാര്യത്തിൽ എല്ലാ ചന്തകളും ഉൾപ്പെടുന്നു. അത് ദീനിന്റെ പ്രചരണത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്കുമായി ചെലവഴിക്കപ്പെടുന്നതാണ്. ഈ സമയം ദാസരുടെ കടമകൾ നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി ചെലവഴിക്കപ്പെടുന്നു. ഇക്കാലത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ് ദീനിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്നത്. മസ്ജിദുകളുടെ നിർമ്മാണം, മിഷൻ ഹൗസുകളുടെ നിർമ്മാണം, മുബലീങ്ങളുടെ സംവിധാനം, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പിന്നീട് അള്ളാഹു പറയുന്നു, സക്കാത്തിന് ശേഷം അള്ളാഹുവിന്റെ കൽപ്പനയാണ്, നിങ്ങൾ അള്ളാഹുവിന്റെയോ അവന്റെ അസ്തിത്വത്തിനോ ക്കാൾ കൂടുതലായി ഭയം വെച്ചു പുലർത്താൻ പാടുള്ളതല്ല. അള്ളാഹുവിനോടുള്ള ഭയം ഉണ്ടെങ്കിൽ മാത്രമാണ് മനുഷ്യന് ഒരുപാട് തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക. ഈ രാജ്യത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഒരുപാട് തിന്മകളുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിനോടുള്ള ഭയം ഹൃദയത്തിൽ ഉണ്ടായിത്തീരേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഓർക്കുക. അള്ളാഹുവിനോടുള്ള ഭയമാണ് തഖ്വ. തഖ്വയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ട്. അതിൽ വിവിധ കൽപ്പനകൾ നമുക്ക് നൽകിയിരിക്കുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ അള്ളാഹുവിന്റെ സമക്ഷം നേർമാർഗം പ്രാപിച്ചവരായി കണക്കാക്കപ്പെടുന്നതാണ്. മസ്ജിദിനെ പരിപാലിക്കുന്നതിനുള്ള ലക്ഷ്യം പൂർത്തിയാക്കുന്നവരായി മാറുന്നതാണ്. ഈ കർമ്മവും ഈ വിശ്വാസവും അതിൽ നിലനിൽക്കലും അതിനെ ദൃഢപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് പള്ളി നിർമ്മാണത്തിന്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിന് കാരണമായി തീരുന്നത്. ഈ വസ്തുതയാണ് അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുന്നവരാക്കി തീർക്കുന്നത്. എന്നാൽ നമ്മൾ പള്ളി നിർമ്മിച്ചു എന്നതിൽ മാത്രം സന്തോഷിക്കുകയും നമസ്കാരത്തിനായി ചിലപ്പോൾ മാത്രം വരികയും അള്ളാഹുവിനേക്കാൾ ഉപരിയായി സൃഷ്ടികളെ ഭയക്കാൻ തുടങ്ങുകയും ഭൗതികതയിലുള്ള അതിമോഹവും മുൻഗണനയും കാണിക്കലും ദീനിനെയും അതിന്റെ ഉത്തരവാദിത്തത്തെയും മറക്കുകയും ചെയ്താൽ ഒരുപക്ഷെ താൽക്കാലിക ഫലം ഒരു വ്യക്തി സമ്പാദിച്ചു എന്നല്ലാതെ അള്ളാഹുവിന്റെ സ്ഥായിയായ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ വിദൂരപ്പെട്ടവരായി മാറുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, മസ്ജിദുകളുടെ യഥാർത്ഥ പരിപാലനം വിശ്വാസ കർമ്മ മണ്ഡലത്തിൽ ദൃഢമായി തീരുന്നവരും പ്രവർത്തികളിൽ മുന്നേറുന്നവരുമാണ് നിർവഹിക്കുന്നത്. ആദ്യമായി
ഇത് ജമാഅത്തിന്റെ ഭാരവാഹികൾക്കാണ് ഫർലാക്കപ്പെട്ടിട്ടുള്ളത്. അത് ശാഖാ സംഘടനയുടെ ഭാരവാഹികളാണെങ്കിലും ശരി. പള്ളിയുടെ ജനസാന്ദ്രത തങ്ങളുടെ ഹാജർ നില കൊണ്ട് പൂർത്തിയാക്കുന്നത് നിർബന്ധമാക്കുക. ജമാഅത്ത് ധനവും സമയവും നൽകി ചെയ്ത ത്യാഗം മൂലം ലഭിക്കുന്ന സ്ഥായിയായ അനുഗ്രഹം കരസ്ഥമാക്കുന്നതിനായി ഭാരവാഹികൾക്കും എല്ലാ അഹമ്മദികൾക്കും ഇപ്പോൾ നിങ്ങളുടെ അംഗസംഖ്യയേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള ഈ പള്ളിയെ ചെറുതാക്കി തീർക്കുന്നതിനായി പരിശ്രമിക്കുക. പള്ളി ചെറുതാകുന്നത് അതിലെ നമസ്കരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴാണ്, ജമാഅത്തിന്റെ അംഗസംഖ്യ വർദ്ധിക്കുമ്പോഴാണ്. ജമാഅത്തിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനായി തബ്ലീഗ് വളരെ നിർബന്ധമാണ്. എന്ന് മാത്രമല്ല, ഒഴിച്ചുകൂട്ടാൻ സാധിക്കാത്തതാണ്. പള്ളിയുടെ നിർമ്മാണത്തിൽ അല്ലാഹുവിനോട് ചെയ്യേണ്ട നന്ദി പ്രകടനം, യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശം ഇവിടെ വസിക്കുന്ന ഓരോ വ്യക്തിയിലും എത്തിച്ചുകൊണ്ട് കാണിക്കുക. ഇത് ചെയ്യുന്ന അല്ലാഹുവിനോട് നന്ദി പ്രകടനത്തോടൊപ്പം ജനങ്ങളുടെ അവകാശം നിറവേറ്റുക കൂടിയാണ്. അവരിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം എത്തിക്കുക എന്നത് അവരുടെ അവകാശമാണ്. അവരെ തിന്മയിൽ നിന്നും പുറത്തു കൊണ്ടുവരേണ്ടതാണ്. ലോകത്തിന് അതിന്റെ യഥാർത്ഥ സൃഷ്ടാവിനെ കുറിച്ച് വിവരം നൽകേണ്ടതും നമ്മുടെ ജോലിയാണ്. ഈ കാലത്ത് ലോകത്തിലെ അധിക പേരും ഭൗതിക ലോകത്തിന്റെ പുരോഗതിയിലും തിളക്കത്തിലും മയക്കത്തിലും സ്വയം അർപ്പിക്കുക എന്നത് എല്ലാമായി മനസ്സിലാക്കുന്നു. എന്നാൽ ഈ താൽക്കാലിക പ്രകാശത്തിന്റെ അവസാനം ഗാഢമായ അന്ധകാരമാണെന്ന കാര്യം ഇതിൽ മുഴുകിയിരിക്കുന്നവർ ഇതറിയുന്നില്ല. ഈ സമയത്ത് ലോകത്തിന് പ്രകാശിതമായ പര്യവസാന മാർഗം കാണിച്ചു കൊടുക്കേണ്ടത് ജമാഅത്ത് അംഗങ്ങളുടെ ജോലിയാണ്. ഇവരോട് പറയുക, ഇത് താൽക്കാലികമായ പ്രകാശമാണ്. ഏതൊന്നിന്റെ പര്യവസാനമാണ് പ്രകാശപൂരിതമായിരിക്കുന്നത്, അതാണ് യഥാർത്ഥ പ്രകാശം. അത് അള്ളാഹുവിനോടുള്ള കടമ നിർവഹിക്കുന്നതിലൂടെയാണുള്ളത്. അവനെ ആരാധിക്കുന്നതിലൂടെയാണ് ലഭിക്കുക. ആത്മാർത്ഥമായി ആരാധിക്കുന്നതിലാണുള്ളത്. നമുക്ക് സ്വയം ഭൗതിക ലോകത്തേക്കാൾ പരലോകത്തിനെ സംബന്ധിച്ചുള്ള വേവലാതി ഉണ്ടാകുമ്പോഴാണ് ഇത് സാധ്യമാകുന്നത്. നമ്മൾ നമ്മെ സ്വയം വിലയിരുത്തുമ്പോഴാണ് ലോകത്തിനോട് ഈ കാര്യം പറയാൻ സാധിക്കുക. സ്വന്തം പര്യവസാനത്തെ സംബന്ധിച്ച് നമുക്ക് ചിന്തയുള്ളപ്പോഴാണ് മറ്റുള്ളവർക്ക് ഈ പ്രകാശം കാണിച്ചു കൊടുക്കാൻ സാധിക്കുക. സ്നേഹത്തിന്റെയും മമതയുടെയും മുദ്രാവാക്യം മാത്രം മുഴക്കുന്നവരായി നാം മാറുകയില്ല. പ്രത്യുത പരസ്പരം മറ്റുള്ളവരുടെ അവകാശങ്ങൾ നൽകുന്നവരായി നാം മാറുന്നതാണ്. തങ്ങളുടെ ഇബാദത്തിന്റെ നിലവാരം ഉയർത്തുന്നവരായി തീരുന്നതാണ്. അള്ളാഹുവിന്റെ സ്നേഹത്തെ നേടിയെടുക്കുന്നവരായി തീരുന്നതാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ വാക്കിലും പ്രവൃത്തിയിലും അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അരുവികൾ പൊട്ടിപ്പുറപ്പെടുന്നതോടൊപ്പം അള്ളാഹുവിന്റെ ദാസന്മാരോടുള്ള സ്നേഹത്തിന്റെയും മമതയുടെയും അരുവികളും പൊട്ടിപ്പുറപ്പെടുന്നതാണ്. നമ്മളെ ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടും നമ്മുടെ മുദ്രാവാക്യം കേട്ടുകൊണ്ടും നമ്മുടെ അടുത്ത് വരുന്നവർ ഇസ്ലാമിന്റെ മനോഹര അധ്യാപനങ്ങൾ നമ്മൾ നിന്ന് കേട്ടുകൊണ്ട് പ്രഭാവിതരാകുന്നു. അവർ ഒരിക്കലും സമീപത്ത് വന്നുകൊണ്ട് നിങ്ങൾ ദൂരത്ത് നിന്ന് കാണുന്നത് പോലെയല്ല സമീപത്ത് വന്ന് കാണുമ്പോൾ എന്ന് പറയാൻ ഒരിക്കലും ഇടം നൽകാതിരിക്കുക. നമുക്ക് ആഖിറത്തിലെ സ്വർഗം കരസ്ഥമാക്കുന്നതിനായി ഈ ലോകത്തെയും സ്വർഗമാക്കി തീർക്കേണ്ടതാണ്. അത് കർമ്മത്തിലൂടെയും ആരാധനയിലൂടെയുമാണ് ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിരുന്നു, നിങ്ങൾ സ്വർഗത്തിലെ തോട്ടങ്ങളിലൂടെ നടന്നകലുമ്പോൾ അവിടെ നിന്ന് അല്പം തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അധികം നിവേദനവും അദ്ദേഹമാണ് നടത്തിയിട്ടുള്ളത്.
അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ അവസരത്തിൽ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതാണ് സ്വർഗത്തിലെ തോട്ടങ്ങൾ? അതിന് മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, പള്ളി സ്വർഗത്തിലെ തോട്ടമാണ്. പിന്നീട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗത്തിൽ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, തസ്ബീഹ്, തക്ബീർ, തഹ്മീദ്, സുബ്ഹാനല്ലാ എന്ന് പറയുക, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ എന്ന് പറയലും ചൊല്ലലും സ്വർഗത്തിൽ നിന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നതാണ്. അതിനാൽ നമസ്കാരത്തോടൊപ്പം പള്ളിയിൽ ഇരുന്നു കൊണ്ട് തസ്ബീഹ്, തഹ്മീദ് ചൊല്ലുക, അള്ളാഹുവിന്റെ മഹത്വം വിവരിക്കുക, ഈ ലോകത്തിൽ വെച്ച് സ്വർഗീയ ഫലങ്ങൾ തിന്നുന്നതിന് തുല്യമാണ്. ഇതുപോലെ അള്ളാഹുവിന്റെ ദിക്റിലേക്കും അവനോടുള്ള ആരാധനയിലേക്ക് ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ അവർ പരലോകത്തിലെ സ്വർഗം മാത്രമല്ല കാണുക, മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് സൃഷ്ടികളുടെ കടമകളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നതാണ്. തങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹു കൽപ്പന നൽകിയതുപോലെ പ്രാവർത്തികമാക്കുന്നതിനും വേണ്ടി ശ്രമിക്കുന്നതുമാണ്. എത്രമാത്രം സൗഭാഗ്യരായ ആളുകളാണവർ! ഈ ലോകത്തും സ്വർഗീയ ഫലങ്ങൾ കഴിക്കുകയും കഴിപ്പിക്കുകയും ചെയ്യുകയും അതുപോലെ പരലോകത്തും അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുന്നതിന് അർഹരായി തീരുകയും ചെയ്യുന്നു. അവർ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി തഖ്വയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നവരാണ്. ഹസ്രത്ത് അഖ്ദസ് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, വിശുദ്ധ ഖുർആനിൽ എല്ലാ കൽപ്പനകളുടെയും അനുപാതത്തിൽ വെച്ച് തഖ്വയെയും ഭയഭക്തിയെയും കുറിച്ചുള്ള കൽപ്പന അധികമായിട്ടാണുള്ളത്. തഖ്വ എല്ലാവിധ തിന്മകളിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതിനുള്ള ശക്തി പകരുന്നു എന്നതാണ് ഇതിന് കാരണം. എല്ലാവിധ നന്മയിലേക്കും ഓടിയടുക്കുന്നതിനുള്ള പ്രേരണ അത് നൽകുന്നു. ഇത്രമാത്രം താക്കീത് നൽകാനുള്ള കാരണം തഖ്വ എല്ലാവിധ വാതിലുകളിലും മനുഷ്യന് സമാധാനത്തിന്റെ താക്കോൽ പകരുന്നു എന്നതാണ്. എല്ലാവിധ കുഴപ്പത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള അഭയസ്ഥാനമാണ്, അതായത് സുരക്ഷിതമായ കോട്ടയാണ്. അതിൽ തഖ്വയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും മനുഷ്യൻ രക്ഷപ്പെടുന്നതാണ്. പറയുന്ന ഒരു മുത്തക്കിയായ മനുഷ്യൻ മറ്റുള്ള ആളുകൾ അകപ്പെടുകയും പലപ്പോഴും അവരുടെ നാശത്തിന് കാരണമാകുന്നതുമായ അപകടവും വ്യർത്ഥവുമായ വഴക്കുകളിൽ നിന്ന് രക്ഷ നേടുന്നതാണ്. ഓരോ വ്യക്തിയും ഈ കാര്യം ഓർമ്മ വെക്കുക. ഏതൊരു ത്യാഗത്തിന്റെ മാതൃകയാണ് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. അതിനെ തഖ്വയിലൂടെ നിലനിർത്തേണ്ടത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇത് താൽക്കാലിക ത്യാഗമായി പരിണമിക്കുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ നന്ദിയുടെ പ്രകടനം തബ്ലീഗിന് വേണ്ടിയുള്ള കടമ നിർവഹിക്കുന്നതിലൂടെയാണ് ഉണ്ടാവുക. എന്നാൽ പള്ളി നിർമ്മാണത്തിലൂടെ മറ്റു ചില ആളുകളും ഉണ്ടാകും. അവർ സ്വയം മസ്ജിദിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതാണ്, പള്ളികളിലൂടെ നിങ്ങളെ വീക്ഷിക്കുന്നതാണ്, ഇവിടെ വസിക്കുന്ന അഹമ്മദികളെ ശ്രദ്ധിക്കുന്നതാണ്. ഈ സമയം എല്ലാ അഹമ്മദികളുടെയും കർമ്മം തഖ്വയാണെങ്കിൽ അത് മറ്റുള്ളവരുടെ ഹിദായത്തിന് കാരണമായി തീരുന്നതാണ്. ഇവിടെ വസിക്കുന്ന ഓരോ അഹമ്മദികളുടെ മേലും ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു. ഈ ഉത്തരവാദിത്തം പൂർത്തിയാക്കുന്നതിനായി എല്ലാ അഹമ്മദികൾക്കും മാതൃക പ്രകടിപ്പിക്കേണ്ട നിർബന്ധമാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, നമ്മുടെ ജമാഅത്തിലെ ആളുകൾക്ക് മാതൃകായോഗ്യരായി തീരേണ്ടത് ആവശ്യമാണ്. പറയുന്നു, ഏതൊരു വ്യക്തിയാണ് നമ്മുടെ ജമാഅത്തിൽ അംഗമായിക്കൊണ്ട് തെറ്റായ മാതൃക കാണിക്കുന്നത്, കർമ്മപരവും വിശ്വാസപരവുമായ ബലഹീനത കാണിക്കുന്നത്, അവൻ അക്രമിയാണ്. കാരണം അവൻ മുഴുവൻ ജമാഅത്തിനെയും അപമാനിക്കുകയാണ് ചെയ്യുന്നത്, എന്നെയും ആക്ഷേപത്തിന് പാത്രമാക്കുന്നു. തെറ്റായ മാതൃകയിലൂടെ മറ്റുള്ളവർക്ക് വെറുപ്പാണുണ്ടാവുക, നല്ല മാതൃകയിലൂടെ ആളുകൾക്ക് ആകർഷണമുണ്ടാക്കുന്നു.
അവിടുന്ന് പറയുന്നു, ചില ആളുകളുടെ കത്തുകൾ എന്റെ പക്കൽ വരുന്നു. അവർ എഴുതുന്നു, ഞാൻ ഇതുവരെ താങ്കളുടെ ജമാഅത്തിൽ പ്രവേശിച്ചിട്ടില്ല, എങ്കിലും താങ്കളുടെ ജമാഅത്തിലെ ചില ആളുകളുടെ അവസ്ഥയിലൂടെ വിലയിരുത്താൻ സാധിക്കുന്നതാണ് ഈ ജമാഅത്തിന്റെ അധ്യാപനം തീർച്ചയായും നന്മയിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. ഇന്നും ഒരുപാട് ആളുകൾ എനിക്കും എഴുതാറുണ്ട്. ചിലർ കണ്ടുമുട്ടുമ്പോൾ പറയാറുണ്ട്, ജമാഅത്തിലെ ആളുകളെ കണ്ടുകൊണ്ട് മനസ്സിലാകുന്നത് താങ്കളുടെ അധ്യാപനം ശാന്തിയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും അധ്യാപനമാണ്. ഈ പ്രകടനത്തെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതും ഇതിനെ അധികമായി പ്രചരിപ്പിക്കേണ്ടതും അതിനെ സ്ഥായിയായ നിലയിൽ കർമ്മങ്ങളിൽ പ്രവേശിപ്പിക്കേണ്ടതും എല്ലാ അഹമ്മദികൾക്കും നിർബന്ധമാണ്. പിന്നീട് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, അള്ളാഹുവും മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ദിനക്കുറിപ്പ് തയ്യാറാക്കുന്നു. ഓരോ ദിവസത്തെ ഡയറി ഉണ്ടാകുന്നു, അതിൽ കർമ്മങ്ങൾ എഴുതി വെക്കുന്നതാണ്. അതുകൊണ്ട് മനുഷ്യനും തന്റെ അവസ്ഥയെ സംബന്ധിച്ചുള്ള ഒരു ദിനക്കുറിപ്പ് തയ്യാറാക്കേണ്ടതാണ്. അള്ളാഹു എന്തായാലും ഉണ്ടാക്കുന്നു, എന്നാൽ സ്വയം ഓരോ വ്യക്തിക്കും ഇത് നിർബന്ധമാണ്. ഒരു വിശ്വാസിയും ഇത് ചെയ്യേണ്ടതാണ്. തങ്ങളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി ദിവസവും ഡയറി എഴുതി നോക്കുക. ഞാൻ നല്ല പ്രവർത്തികളാണോ ചെയ്തത് അതോ തെറ്റായ കാര്യങ്ങളാണോ ചെയ്തത്? പറയുന്നു, മനുഷ്യനും തന്റെ ദിനക്കുറിപ്പ് തയ്യാറാക്കേണ്ടതാണ്. അതിൽ സസൂക്ഷ്മം ശ്രദ്ധിക്കേണ്ടതാണ്. വെറും എഴുതി മാത്രമല്ല, നന്മയിൽ എത്രമാത്രം മുന്നേറിയെന്നും വിലയിരുത്തേണ്ടതാണ്. മനുഷ്യൻ ചിന്തിക്കേണ്ടത് നാം എത്രമാത്രം നന്മയിൽ മുന്നേറിയെന്നാണ്. ഇന്നലേക്കാൾ ഇന്ന് മുന്നിലാണോ പാദം ഉന്നയിച്ചിരിക്കുന്നത് എന്ന് നോക്കുക. പറയുന്നു, മനുഷ്യന്റെ ഇന്നലെയും ഇന്നും സമമായി തീരുവാൻ പാടുള്ളതല്ല. ആരുടെ ഇന്നലെയും ഇന്നും നന്മയിൽ തുല്യമാണെങ്കിൽ അവൻ നഷ്ടത്തിലാണ്. ഇന്നലെയുള്ള നന്മയിൽ ഇന്നും നാം നിലനിൽക്കുന്നു എന്നതിൽ സന്തോഷിക്കാൻ പാടില്ല. മറിച്ച് അവിടുന്ന് പറയുന്നു, നിങ്ങളുടെ പാദം നന്മയിൽ ഇന്നലേക്കാൾ ഇന്ന് മുന്നിലായിരിക്കണം. അതല്ല എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ ലാഭമല്ല നഷ്ടമാണ് കൊയ്യുന്നത്, നാശത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പറയുന്ന അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ അവനിൽ പൂർണ്ണ വിശ്വാസം പുലർത്തുന്നവനാണെങ്കിൽ അവനെ ഒരിക്കലും നഷ്ടത്തിലാക്കിയില്ല. ഒരു വ്യക്തിക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ജീവനുകളെ അവൻ സംരക്ഷിക്കുന്നതാണ്. ഇന്ന് ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് അഹമ്മദികളുടെ ജോലിയാണ്. എന്നാൽ അതിനായുള്ള നിബന്ധനയും ഇതാണ്, നമ്മുടെ പാദം മുന്നിലായിരിക്കണം. അവിടുന്ന് പറയുന്നു, ഒരു വ്യക്തിക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ജീവനുകളെയാണ് രക്ഷിക്കുന്നതെങ്കിൽ ലോകത്തെ രക്ഷിക്കുന്നതിനായി അഹമ്മദികളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം അതിന് ഭാരം ഏർന്നതാണ്. ലോകം അല്ലാഹുവിനെ മറക്കുമ്പോൾ നമ്മുടെ ചുമതല എന്നത് നാം ലോകത്തെ രക്ഷിക്കുക എന്നതാണ്. ചില ധാർമ്മിക അവസ്ഥയിൽ മെച്ചപ്പെട്ട ആളുകൾ ഉണ്ടാകും. ചിലർ പറയുന്നു, സമൂഹം എന്തിനാണ് ഈ മതം അംഗീകരിക്കുന്നത്? ഞങ്ങൾ എന്തിനാണ് മതം അംഗീകരിക്കുന്നത്? ഞങ്ങളുടെ ധാർമ്മിക അവസ്ഥ മെച്ചപ്പെട്ടതാണ്. പൊതുവായ ധാർമ്മിക അവസ്ഥ മെച്ചപ്പെട്ടതാണെങ്കിലും ദൈനംദിനമായ കണ്ടുമുട്ടലും പൊതുവിലുള്ള ധാർമ്മികതയും നല്ലതാണെങ്കിലും മറ്റുള്ളവരുടെ അവകാശം തട്ടിയെടുക്കുന്നില്ല എങ്കിലും ചില കാര്യത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ധാർമ്മിക അടിസ്ഥാനത്തിൽ ഈ സമൂഹം ഉന്മത്തരായിരിക്കുകയാണ്. നിയമം ഇവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിനെ ലോകം പൂർണ്ണമായും മറന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ബയ്യത്തിൽ പ്രവേശിച്ച നമ്മളും നമ്മുടെ കടമകൾ മറന്നുകൊണ്ട്, അള്ളാഹുവിനെ മറന്ന്, ഇസ്ലാമിക ധാർമ്മികത മറന്ന് ഭൗതിക ലോകത്തിന് പുറകെ സഞ്ചരിക്കുകയാണെങ്കിൽ ലോകത്തെ പിന്നെ ആരാണ് പരിഷ്കരിക്കുക? ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട് അള്ളാഹുവിന്റെ വാഗ്ദാനമുണ്ട് എന്നത് ശരിയാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. മറ്റു ആളുകളെ അതിനായി ലഭിക്കുന്നതുമായിരിക്കും. എന്നാൽ നാം അത് നഷ്ടപ്പെടുത്തി കളയുന്നവരാകരുത്. അതുകൊണ്ട് ഓരോ അഹമ്മദികളുടെയും നിർബന്ധ കടമയാണ് എന്നും ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറഞ്ഞതുപോലെ തങ്ങളെ ഓരോ അഹമ്മദികളും വിലയിരുത്തേണ്ടത് നിർബന്ധമാണ്.
അങ്ങനെ നാം നമ്മുടെ ഉത്തരവാദിത്തം ശരിയായ രീതിയിൽ പൂർത്തിയാക്കുന്നതാണ്. പള്ളി നിർമ്മിച്ചു എന്നതിൽ മാത്രം സന്തോഷിക്കരുത്. നമ്മുടെ ടാർഗറ്റ് അള്ളാഹുവിന്റെ മുന്നിൽ കുനിയുന്നവരുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൊടുക്കീഴിൽ വരുന്നവരുടെയും എണ്ണം വർദ്ധിപ്പിക്കുക എന്നതായിരിക്കണം. എന്നാൽ ഇത് നമ്മുടെ ഓരോ കാൽവെപ്പും മുന്നോട്ട് ഗമിക്കുന്നത് ആകാത്തിടത്തോളം നാം ഓരോരുത്തരും സ്വന്തക്കാർക്ക് വേണ്ടിയും അന്യർക്ക് വേണ്ടിയും മാതൃകരായി തീരുന്നതുവരെയും നാം ആർക്കും തന്നെ ദുഃഖം നൽകുന്നവരായി മാറാതിരിക്കുകയും മറിച്ച് മറ്റുള്ളവരുടെ അവകാശങ്ങൾ നൽകുന്നവരുമായി മാറുന്നില്ലയോ അതുവരെ ഇത് സംഭവിക്കുന്നതല്ല. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, തങ്ങൾക്ക് വേണ്ടിയും തങ്ങളുടെ സന്താനങ്ങൾക്കും ഭാര്യാമക്കൾക്കും സ്നേഹിതന്മാർക്കും സുഹൃത്തുക്കൾക്കും നമുക്ക് വേണ്ടിയും കാരുണ്യത്തിന് കാരണമായി തീരുകയാണ് വേണ്ടത്. എതിരാളികൾക്ക് ആക്ഷേപിക്കാനുള്ള ഒരു കാരണവും ഒരിക്കലും തന്നെ നൽകാതിരിക്കുക. നാം ഓരോരുത്തരും ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഈ വേദനയെ തിരിച്ചറിയേണ്ടതാണ്. ജമാഅത്തിന്റെ സൽപ്പേരിനും ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സൽപ്പേരിനും കാരണമായി തീരുന്ന തരത്തിൽ മാതൃകായോഗ്യരായി തീരുക. അള്ളാഹു നമുക്ക് ഇതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ നാളുകൾ ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ടതായി തീരട്ടെ. നമ്മുടെ സന്താനങ്ങളും തലമുറകളും അവരുടെ മാതാപിതാക്കൾ ചെയ്ത ത്യാഗങ്ങൾ, പള്ളി നിർമ്മിച്ചത്, തബ്ലീഗ് പ്രവർത്തനങ്ങൾ, കുട്ടികളെ ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കണമെന്ന് ഉപദേശിച്ചത്, ഈ കാര്യങ്ങളാണ് നമുക്കായി ഉപേക്ഷിച്ച യഥാർത്ഥ സമ്പത്ത് എന്ന് മനസ്സിലാക്കുന്നവരാക്കി തീർക്കട്ടെ. വരുന്ന തലമുറ പിന്നീടുള്ള തലമുറയ്ക്ക് ഈ വിചാരത്തെ പകർന്നു നൽകുന്നവരായി തീരട്ടെ. ഈ ശൃംഖല അള്ളാഹു വിധി കൂട്ടിയാൽ തുടർന്നു പോവുകയും ചെയ്യട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ വരുന്ന തലമുറകളും ഒരുമിച്ച് കൂട്ടുന്നവരാകട്ടെ. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തീർക്കട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.